പ്രിയപ്പെട്ട സഹോദരൻ, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ സീനാണ് നെസ്ലിൻ ആദ്യമായി മലയാള സിനിമയിൽ തല കാണിക്കുന്ന സിനിമ. അതായത് 2019 ഇറങ്ങിയ മധുരരാജ. അന്ന് അദ്ദേഹം മമ്മൂക്കയെ കാണാൻ വേണ്ടി ചുമ്മാ സെറ്റിൽ പോയതാണ്. അപ്പൊ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഇടയിൽ കയറി നിന്നതോ അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയതോ ആയിരിക്കാം. അങ്ങനെ മലയാള സിനിമയിൽ അദ്ദേഹം ആദ്യമായി അദ്ദേഹത്തിന്റെ തല ഇടയിലൂടെ ഇങ്ങനെ കാണിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. 2019 തന്നെ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയാണ്. ഒരു മുഴുനീള ക്യാരക്ടറാണ് ആ സിനിമയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മറ്റേ ഡയലോഗൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പെണ്ണിന്റെ പുറകെ പോവാൻ പ്രാന്താണ്. ആ ഡയലോഗൊക്കെ ഹിറ്റായത് ഈ സിനിമയിലൂടെയാണ്. നമ്മുടെ ഗിരീഷ് ഏടിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പൊ ഈ സിനിമയിലോട്ട് അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പൂവന്റെ ഇടയ്ക്ക് ഡയറക്ടർ വിനീത് വാസുദേവൻ. അദ്ദേഹമാണ് ഈ സിനിമയിലേക്ക് നമ്മുടെ നെസ്ലിനെ കാസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സംസാര ശൈലി ഇഷ്ടപ്പെട്ടിട്ടാണ് ശരിക്കും ഈ സിനിമയിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാലോ, നമുക്ക് എല്ലാവർക്കും നെസ്ലിന്റെ ആ ഒരു ഡയലോഗ് പറയുന്ന ശൈലിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിനുശേഷം 2020 നമ്മുടെ വേഫാറർ ഫിലിംസിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ മൂവിയായ വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയാണ്. അതിനകത്ത് നമ്മുടെ ദുൽഖറിന്റെ ചെറുപ്പകാലമാണ് ഈ നെസ്ലിൻ ചെയ്യുന്നത്. അനൂപ് സത്യനായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തത്. അതൊരു വലിയ വിജയമായിരുന്നു ആ സിനിമ. നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ തിരിച്ചു വന്ന സിനിമയായിരുന്നു. അതിനുശേഷം 2021 നമ്മുടെ കൊറോണയൊക്കെ ഉള്ളത് കൊണ്ട് ഫുൾ OTT സിനിമകളായിരുന്നു നെസ്ലിന് ലഭിച്ചത്. 3 OTT സിനിമകളാണ് നെസ്ലിന്റെ ഇറങ്ങിയത്: കുരുതി, ഹോം, കേശു, ഈ വീടിന്റെ നാട്. അതിൽ കുരുതിയിൽ നമ്മുടെ മാമുക്കോയുടെ മകനായിട്ടായിരുന്നു മനു വാര്യരായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഹോമിൽ റോജിൻ തോമസ് ആണ് സംവിധാനം ചെയ്തത്. അതിനകത്ത് ഇന്ദ്രൻസിന്റെ മകനായിട്ടായിരുന്നു. അതിനുശേഷം കേശു, ഈ വീടിന്റെ നാഥലിൽ നമ്മുടെ ദിലീപേട്ടന്റെ മകനായിട്ടായിരുന്നു. നാദിർഷയായിരുന്നു ഈ സിനിമയുടെ സംവിധാനം. ഈ 3 സിനിമകളിലും മകൻ കഥാപാത്രമായിരുന്നു. അത് മലയാളത്തിൽ ഫേമസ് ആയിട്ടുള്ള നടന്മാരുടെ മകനായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. 2022 അദ്ദേഹം 3 സിനിമ ചെയ്യുകയാണ്: സൂപ്പർ ശരണ്യ, പത്രോസിന്റെ പടപ്പുകൾ, മകൾ, ഈ 3 സിനിമകളാണ് ചെയ്യുന്നത്. അതിൽ സൂപ്പർ ശരണ്യ വീണ്ടും ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത സിനിമയാണ്. ഗിരീഷ് ഏടി നെസ്ലിൻ ഒന്നിക്കുന്ന 2ാമത്തെ സിനിമയായിരുന്നു. അതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. പിന്നെ പത്രോസിന്റെ പടപ്പുകൾ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവുന്നുണ്ട്. അഫ്സൽ അബ്ദുൽ ലത്തീഫ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഇതൊരു ആവറേജിൽ ഒതുങ്ങിപ്പോയ ഒരു സിനിമയാണ്. ഷർഫുദ്ദീനും നെസ്ലിനും ഒക്കെ ആയിരുന്നു മെയിൻ കഥാപാത്രം. അതിനുശേഷം മകൾ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുകയാണ്. അത് സംവിധാനം ചെയ്യുന്നത് സത്യനന്ദിക്കാടായിരുന്നു. അതൊരു ഫ്ലോപ്പ് സിനിമയായിരുന്നു. പക്ഷെ എന്നാലും നെസ്ലിന്റെ ഭാഗങ്ങളൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ കഥ ബേസ് അത് വലിയ മെനയിലായിരുന്നു. നമ്മുടെ മമ്മൂക്ക അഭിനയിക്കായിരുന്ന സിനിമയായിരുന്നു. നമുക്ക് അതിൽ നിന്ന് മാറിയത് എന്തുകൊണ്ടും നന്നായി. അതിനുശേഷം 2023 5 സിനിമകൾ ചെയ്യുകയാണ് നെസ്ലിൻ. അതിൽ 1ാമത്തെ സിനിമയാണ് പൂവൻ. പൂവന്റെ സംവിധാനം വിനീത് വാസുദേവനാണ്. അതായത് ഗിരീഷ് ഏടിയുടെ ഗ്യാങ്ങിലുള്ള ആളാണ് ഈ വിനീത് വാസുദേവൻ. തണ്ണീർമത്തൻ ദിനങ്ങളിൽ നെസ്ലിനെ കാസ്റ്റ് ചെയ്തത് ഇദ്ദേഹമായിരുന്നു. അതിൽ 2ാമത്തെ സിനിമയാണ് അയൽവാശി. ഇർഷാദ് പാരാരി ആയിരുന്നു സംവിധാനം. അതൊരു ഫ്ലോപ്പ് സിനിമയായിരുന്നു. 3ാമത് ഇറങ്ങിയ സിനിമയായിരുന്നു പാച്ചുവും അത്ഭുത വിളക്കും. അത് അഖിൽ സത്യനായിരുന്നു സംവിധാനം. അതൊരു ഹിറ്റ് സിനിമയായിരുന്നു. ഇപ്പൊ അനൂപ് സത്യന്റെയും അഖിൽ സത്യന്റെയും സത്യനന്ദിക്കാടിന്റെയും സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം നെസ്ലിന് ലഭിച്ചു. അച്ഛന്റെയും 2 മക്കളുടെയും സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം നമ്മുടെ നെസ്ലിന് ലഭിച്ചു. അതിനുശേഷം സുധി മാഡിസൺ സംവിധാനം ചെയ്യുന്ന നെയ്മർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. അതിൽ നെസ്ലിനും മാത്യുവിനുമാണ് മെയിൻ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. അതൊരു ഹിറ്റ് സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു. അതിനുശേഷം 18+ എന്ന സിനിമയിലാണ് നെസ്ലിൻ അഭിനയിക്കുന്നത്. അരുൺ ഡി ജോസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. അതൊരു ഹിറ്റ് സിനിമയായിരുന്നു. അതിൽ മാത്യു ഒരു ഗസ്റ്റ് റോളിൽ എത്തുന്നുണ്ട്. കണ്ണൂർ ബേസ് ഒരു പ്രണയകഥയാണ് സിനിമ. നല്ല സിനിമയായിരുന്നു. അതിനുശേഷം 2024 നെസ്ലിന്റേതായിട്ട് ഇറങ്ങുന്ന 2 സിനിമകളാണ്. ഒന്ന് പ്രേമലും, 2 അയാം പകൽ. ഈ 2 സിനിമക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടും ഗിരീഷ് ഏടിയാണ് സംവിധാനം ചെയ്യുന്നത്. ഈ ശരിക്കും അയം കാതലൻ പ്രേമലുവിന് മുമ്പുള്ള സിനിമയായിരുന്നു. മുമ്പ് ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമയായിരുന്നു. പക്ഷെ അത് പ്രേമലുവിന് ശേഷമാണ് റിലീസാവുന്നത്. അതെന്തുകൊണ്ട് നന്നായി? കാരണം പ്രേമലു ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഒരു ഗംഭീര വിജയം നേടിയ സിനിമയായിരുന്നു. അതിനുശേഷം അയാം കാതൽ ഇറങ്ങിയത് കൊണ്ട് അയാം കാതൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയല്ല. ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. എന്നാൽ കോമഡിയും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് അത്. പ്രേമലുവിന് ശേഷം ഇറങ്ങിയത് കൊണ്ട് അത്യാവശ്യം കളക്ഷൻ കിട്ടിയ ഒരു ഹിറ്റ് അല്ലെങ്കിൽ ആവറേജ് ലിസ്റ്റിലോട്ട് വന്നു. അല്ലെങ്കിൽ അത് കട്ട ഫ്ലോപ്പ് അടിക്കേണ്ട സിനിമയായിരുന്നു. 2025 2 സിനിമകളാണ് നെസ്ലിൻ അഭിനയിച്ചത്. ഒന്ന് ആലപ്പുഴ ജിംഖാന, 2 ലോക ചാപ്റ്റർ 1. അതിൽ ആലപ്പുഴ ജിംഖാന സംവിധാനം ചെയ്തത് ഖാലിദ് റഹ്മാനാണ്. അതിലൊരു ഗംഭീര കഥാപാത്രമാണ് നെസ്ലിൻ ചെയ്തേക്കുന്നത്. ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത്
അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ഡിഫറെന്റ് മൂവി ആയിരുന്നു. ബോക്സർ ആയിട്ടായിരുന്നു ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചത്. രണ്ടാമതായിട്ട് അഭിനയിച്ചത് ലോക ചാപ്റ്റർ 1 ആണ്. അത് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു. കാരണം 300 കോടി കളക്ട് ചെയ്യുന്ന ആദ്യത്തെ മലയാള സിനിമയായിട്ട് മാറുകയാണ് ലോക ചാപ്റ്റർ 1. അത് സംവിധാനം ചെയ്തത് ഡൊമിനിക് അരുൺ ആയിരുന്നു. വേഫാറർ ഫിലിംസിന്റെ രണ്ടാമത്തെ സിനിമയിലും കൂടിയാണ് നമ്മുടെ നെസ്ലിൻ അഭിനയിക്കുന്നത്. ദുൽഖറാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. 2026 നെസ്ലിൻ്റെതായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ആകെ ഒരു സിനിമയാണ്, മോളിവുഡ് ടൈംസ്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് അഭിനയ് സുന്ദർ നായക് ആണ്. അതൊരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഇപ്പോൾ അതിന്റെ തിയേറ്റർ ഓട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. ഇനി ഈ നസ്ലിന്റെ വരാനിരിക്കുന്ന സിനിമകൾ തരുൺ മൂർത്തിയുടെ ടോർപിഡോ എന്ന് പറയുന്ന സിനിമ, അതിനുശേഷം ആസിഫ് അലിയുടെ ടിക്കറ്റ് ആക്ക, രോഹിത് VS ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പിന്നെ ജിത്തു മാധവന്റെ സൂര്യ 47 ആദ്യമായി തമിഴിൽ അഭിനയിക്കുന്ന സിനിമയാണ് നസ്ലിൻ്റെത്. അത് അതിനുശേഷം ബാസിൽ പാർട്ടി ഡ്യൂസ് എന്ന് പറഞ്ഞ അമൽ നീരദിന്റെ സിനിമ റിലീസാവാനുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞാണ് അമൽ നീരദിന്റെ പടം. അങ്ങനെ 4 സിനിമകളാണ് ഇപ്പൊ നെസ്ലിൻ്റെതായിട്ട് ഇനി റിലീസാവാൻ ബാക്കിയുള്ളത്. ഇപ്പൊ നെസ്ലിൻ ഇനി മലയാളത്തിലെ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ആവുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഇത്രയാണ് നെസ്ലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കുക. അപ്പുറത്തെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.